നമസ്കാരം. ബസ് സർവീസ് കേരള എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ബസ് സർവീസുകളെ കുറിച്ചാണ് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സുകളെക്കുറിച്ചും KSRTC ബസ്സുകളെക്കുറിച്ചും അവയുടെ റൂട്ടുകളെക്കുറിച്ചുമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാകും. എല്ലാവരും സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ തുടങ്ങട്ടെ. നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂർ ന്യൂ ബസ് സ്റ്റാൻഡിലേക്കാണ്. I'm running on diesel, baby I'm active. Shawty wanna know what's happening. Baby no cap, I'm captain. Honey no rings on me, ain't bagging. Diesel, feeling I'm massive. I feel like Shaq, I'm shacking. അങ്ങനെ നമ്മൾ കണ്ണൂർ സെൻട്രൽ ബസ് ടെർമിനലിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. സെൻട്രൽ ബസ് സ്റ്റേഷൻ എന്നുള്ള വാക്ക് ആരും ഉപയോഗിക്കാറില്ല, അത് റെക്കോർഡിക്കൽ നെയിം മാത്രമാണ്. ഇവിടെ കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡ്, ന്യൂ ബസ് സ്റ്റാൻഡ്, KK ബസ് സ്റ്റാൻഡ് എന്നിങ്ങനെ 3 പേരുകളിലായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത്. മെയിൻ റോഡിൽ നിന്നും ഇതുവഴിയാണ് ബസ്സുകൾ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത്. ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ശ്രീ E. അഹമ്മദ്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ്. അതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് ഇവിടെ ശിലാഫലകത്തിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഉൾവശത്തേക്ക് പോകാം, എന്നിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. I'm running on diesel, baby I'm active. Shawty wanna know what's happening. Baby no cap, I'm captain. Honey no rings on me, ain't bagging. Diesel, feeling I'm massive. I feel like Shaq, I'm shacking. That little bitch, she savage. Hit it on top all night, I'm damaged. Bomb, 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 feeling I'm massive. Feeling like bomb, 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 bomb. I just wait a while, wait a while, wait a while. I just wait. ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത് KK ബിൽഡേഴ്സാണ്. KK ബിൽഡേഴ്സിൻ്റെ ആസ്ഥാനം കണ്ണൂർ പേരാവൂർ എന്ന സ്ഥലത്താണ്. 1968 ശ്രീ KK കുഞ്ഞിരാമനാണ് KK ഗ്രൂപ്പ് സ്ഥാപിച്ചത്. താവക്കരയിലാണ് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം. ഏകദേശം 7 ഏക്കറോളം സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. 2004-2005 വർഷത്തിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന കൺസെപ്റ്റ് കണ്ണൂർ മുനിസിപ്പാലിറ്റി രൂപപ്പെടുത്തിയത്. ഇപ്പോൾ കോർപ്പറേഷൻ. കണ്ണൂർ കോർപ്പറേഷനും KK ഗ്രൂപ്പും കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. 2007 മാർച്ച് 31 ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. 2010 പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വളരെ തിരക്കേറിയ ഒരു ഇടമാണ് താവക്കര ബസ് സ്റ്റാൻഡ്.
6 നിലകളിലായി ഷോപ്പിംഗ് സമുച്ചയവും KK ഗ്രൂപ്പ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. 6 നിലകൾ പെട്ടെന്ന് കണ്ടുവരാം. I'm running on diesel, baby I'm active. Shawty wanna know what's happening. Baby no cap, I'm captain. Honey no rings on me, ain't bagging. Diesel, feeling I'm massive. I feel like Shaq, I'm Shaqin'. That little bitch, she savage. Hit it on top all night, I'm damaged. Bomb, 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 bomb. Feeling I'm massive. Feeling like bomb, 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 bomb. I just wait a while, wait a while, wait a while. I just wait a while, wait a while, wait a while. I just wanna wait a while, wait a while, wait a while. നമ്മളിപ്പോൾ 4ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് KK ടൂറിസ്റ്റ് ഹോം. ദൂരസ്ഥലങ്ങളിൽ നിന്നും യാത്ര ചെയ്തു വരുന്നവർക്ക് അഫോർഡബിൾ പ്രൈസിൽ താമസിക്കാൻ പറ്റിയ ഒരിടമാണ് KK ടൂറിസ്റ്റ് ഹോം. മറുവശത്തായി സോളാർ പാനലും കാണാം. അഞ്ചാമത്തെ നിലയിൽ KK ഗ്രൂപ്പിൻ്റെ ഓഫീസാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാമത്തെ നിലയിൽ ലക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ സ്ഥാപനം വരുന്നതിന് മുമ്പേ ഇവിടെ ഡോർമെട്രി ആയിരുന്നു. ഇനി നമുക്ക് ബസ് ടെർമിനലിലേക്ക് പോവാം. I just wanna, I just wanna. ബസ് ടെർമിനലിൻ്റെ മുകൾ വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർക്ക് വിശ്രമിക്കുവാൻ വേണ്ടി ഇരിപ്പിടങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ BOT മോഡൽ ബസ് ടെർമിനലാണ് കണ്ണൂർ താവക്കര KK ബസ് ടെർമിനൽ. BOT എന്നാൽ ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ KK ബിൽഡേഴ്സ് 29 വർഷവും 3 മാസവും നടത്തിപ്പും പരിപാലനവും ചെയ്യുന്നു. അതിനുശേഷം കോർപ്പറേഷന് വിട്ടു നൽകുന്നു. ടെർമിനലിന് മുകളിലായി ഹോട്ടലുകളും കാണാം. ബസ് ബേകളുടെ പിറകിലായി ഒരുപാട് ടീ സ്റ്റാളുകളും ബേക്കറി, സ്നാക്സ് കടകളും കാണാം. ബസ് സ്റ്റാൻഡിൻ്റെ ഈ വശത്താണ് ടോയ്ലറ്റ്, വാഷ്റൂം എന്നിവയൊക്കെ വരുന്നത്. 12 ബസ് ബേകളിലായി 60ഓളം ബസ്സുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്ത് സർവീസ് നടത്താനുള്ള സൗകര്യം ഈ ബസ് ടെർമിനലിന് ഉണ്ട്. ഇനി നമുക്ക് ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നതെന്ന് പരിചയപ്പെടാം. ബസ് സ്റ്റാൻഡുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അനൗൺസ്മെൻറ്റ് കേൾക്കാറില്ലേ? കൽപ്പറ്റ സുൽത്താൻ ബത്തേരി പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശം 1ാമത്തെ ബേയിൽ നിൽക്കുന്നു. അതെ, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. KK ബസ് ടെർമിനലിന് 12 ബസ് ബേകളാണുള്ളത്. അത് നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. 1ാമത്തെ ബേയിലേക്ക് പോവുകയാണെങ്കിൽ മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ, ബാവലി, തിരുനെല്ലി, പനമരം എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളാണ് ഉള്ളത്.
ബേ നമ്പർ 2 വരുമ്പോൾ നമുക്കിവിടെ കാണാം അഞ്ചരക്കണ്ടി, ചക്കരക്കല്ല്, ഏച്ചൂര്, കാപ്പാട്, വേങ്ങാട് എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സാണ് ബേ നമ്പർ 2 നിർത്തിയിട്ടിരിക്കുന്നത്. അടുത്തതായി ബേ നമ്പർ 3 വരുമ്പോൾ പറശ്ശിനിക്കടവ്, തളിപ്പറമ്പ്, പയ്യാവൂർ, ശ്രീകണ്ഠാപുരം, ആലക്കോട്, ചെമ്പേരി. അതിനോട് ചേർന്നു തന്നെ നമുക്ക് കാണാം 5-ാം പീടിക, ചെറുപുഴ, പുളിങ്ങോം എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സും ബേ നമ്പർ 3 നിന്നാണ് പുറപ്പെടുന്നത്. പഴയങ്ങാടി, മാട്ടൂൽ, പിലാത്തറ, ചെറുകുന്നുതറ എന്നീ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ 4-ാമത്തെ ബേയിൽ നിൽക്കുന്നു. യാത്രക്കാർ 4-ാമത്തെ ബേയിലേക്ക് പോകേണ്ടതാണ്. കണ്ണൂരിൻ്റെ 4 കൊലകൊമ്പന്മാർ നിരന്നു നിൽക്കുന്നത് കാണാം. അവരുടെ യാത്ര എവിടേക്കാണെന്ന് നോക്കാം. ബേ നമ്പർ 5 പയ്യന്നൂർ, ചെറുപുഴ, പെരിങ്ങോം, പുളിങ്ങോം, വെള്ളരിക്കുണ്ട്. മംഗലാപുരം, ഉടുപ്പി, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ബേ നമ്പർ 6 നിന്നാണ്. അവിടെ നമുക്ക് KSRTCയുടെ ബേയും കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ബസ് ടെർമിനലിൻ്റെ പിറകുവശത്തേക്ക് പോകാം. ഇവിടെ നമുക്ക് കാണാം സർവീസ് നടത്താത്ത ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. താമരശ്ശേരി, നിലമ്പൂർ, കുറ്റ്യാടി, പേരാമ്പ്ര, തലശ്ശേരി ഈ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ് ബേ നമ്പർ 7. കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, പാലക്കാട്, മൂവാറ്റുപുഴ എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ 8-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ചാലോട്, ശ്രീകണ്ഠാപുരം, മാമാനത്തമ്പലം, ഇരിക്കൂർ, ബ്ലാത്തൂർ എന്നീ ഭാഗങ്ങളിലേക്ക് ബേ നമ്പർ 9 നിന്നും ബസ്സുകൾ പുറപ്പെടുന്നു. കണ്ണൂരിൻ്റെ മലയോര മേഖലയായ ഇരിട്ടി, പേരാവൂർ, കൂട്ടുപുഴ എന്നീ ഭാഗങ്ങളിലേക്കും മട്ടന്നൂർ, കാക്കയങ്ങാട്, വിരാജ്പേട്ട എന്നീ ഭാഗങ്ങളിലേക്കും ബേ നമ്പർ 10 നിന്നും ബസ്സുകൾ ലഭിക്കുന്നതാണ്. തലശ്ശേരി, വടകര വഴി കൊയിലാണ്ടിയിലേക്ക് പോകുന്ന ബസ്സുകളും പേരാമ്പ്ര, നാദാപുരം, താമരശ്ശേരി, ബാലുശ്ശേരി പോകുന്ന ബസ്സുകളും പ്ലാറ്റ്ഫോം നമ്പർ 11 നിന്നും പുറപ്പെടും. അവസാനത്തെ ബസ് ബേയിൽ വരികയാണെങ്കിൽ കൂത്തുപറമ്പ്, ചാല, മമ്പറം, കൊട്ടിയൂർ, നെടുമ്പൊഴിയിൽ എന്നീ ഭാഗങ്ങളിലേക്ക് 12-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നു. മാംഗ്ലൂർ, മൈസൂർ, മടിക്കേരി, വിരാജ്പേട്ട പോലുള്ള കർണാടക നഗരങ്ങളിലേക്കും കണ്ണൂർ KK ബസ് ടെർമിനലിൽ നിന്നും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ വെച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ബസ് ടെർമിനൽ കണ്ണൂരിലെ KK ബസ് ടെർമിനലാണ്. വൃത്തിയുടെ കാര്യത്തിലും ഒരുപിടി മുമ്പിൽ തന്നെയാണ് KK ബസ് ടെർമിനൽ ഉള്ളത്. ബസ് സർവീസ് ബേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബസ് സർവീസ് ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സർവീസുകൾ ലഭ്യമാണ്. ബസ് ടെർമിനലിൻ്റെ മുൻവശത്തായി ടാക്സി സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും നമുക്ക് കാണാം. ബസ് ടെർമിനലിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് 850 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഓട്ടോ എടുത്തു പോകുകയാണെങ്കിൽ മിനിമം ചാർജിന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാം. കണ്ണൂർ ബസ് ടെർമിനലിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് 3 സ്റ്റാർ ഹോട്ടൽസും ഇവിടെ ലഭ്യമാണ്. ബിസിനസ് മീറ്റിംഗ്, കോൺഫറൻസ്, വെഡ്ഡിംഗ് എന്നിവയ്ക്ക് ഈ ഹോട്ടൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ബ്രോഡ്ബീൻ ശൃംഖലയുടേതാണ് ഹോട്ടൽ സമുച്ചയം. ഇത് KK ഗ്രൂപ്പിൻ്റെ ഒരു സഹോദര സ്ഥാപനമാണ്. ബ്രോഡ്ബീൻ ബാർ അറ്റാച്ച്ഡ് ആണ്.
പർച്ചേസിംഗ് നടത്തേണ്ടവർക്ക് KK ബസ് ടെർമിനലിൻ്റെ സൈഡ് വശത്തുള്ള റിയൽ ഹൈപ്പർ മാർട്ടിലേക്ക് പോകാവുന്നതാണ്. നമുക്കിവിടെ കാണാം ഇമ്മാനുവൽ, റിയൽ എന്നീ സ്ഥാപനങ്ങൾ. ബസ് ടെർമിനലിൽ പ്രവേശിക്കുന്ന ബസ്സുകൾക്കും ഓട്ടോറിക്ഷകൾക്കും പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതാണ്. ബൈക്കുകൾക്കും കാറുകൾക്കും പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യവും KK ബസ് ടെർമിനലിൽ ഒരുക്കിയിട്ടുണ്ട്. പേ പാർക്കിംഗ് ആണ്. നമുക്കിവിടെ കാണാം ബൈക്കുകൾ മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഷെൽട്ടറിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ KK ബസ് ടെർമിനൽ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള കണ്ണൂരിൻ്റെ ഒരു പ്രധാന ട്രാൻസിറ്റ് ഹബ്ബാണ്. കേരളത്തിലെ മറ്റൊരു ബിഗ്ഗസ്റ്റ് ബസ് ടെർമിനലാണ് KSRTC ട്രിവാൻഡ്രം. 3,62,000 സ്ക്വയർ ഫീറ്റാണ് KK ബസ് ടെർമിനലിലെ നിർമ്മിതി. കണ്ണൂർ ടൗണിൽ ന്യൂ ബസ് സ്റ്റാൻഡ് കൂടാതെ മറ്റു 3 ബസ് സ്റ്റാൻഡുകൾ കൂടി ഉണ്ട്. ആകാശം ഇരുട്ടിത്തുടങ്ങി. ഒരു മഴ പ്രതീക്ഷിക്കാം. കണ്ണൂരിലെ യാത്രക്കാർ ആദ്യം യാത്ര ചെയ്തു തുടങ്ങിയത് ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. കണ്ണൂരിലെ ആദ്യത്തെ ബസ് ടെർമിനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. പ്രതീക്ഷിച്ചതുപോലെ മഴ പെയ്തിറങ്ങി തുടങ്ങി. കാൽടെക്സ് ജംഗ്ഷനിലാണ് KSRTC ബസ് സ്റ്റാൻഡ്. കണ്ണൂരിൻ്റെ 3ാമത്തെ ബസ് ടെർമിനലാണ് KSRTC ബസ് ടെർമിനൽ. നമുക്കിവിടെ കാണാം KSRTC ബസ് ടെർമിനൽ. ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി യാത്രക്കാർക്ക് കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലെ KSRTC ബസ് ടെർമിനലിൽ എത്തിച്ചേരാവുന്നതാണ്. 4ാമത്തെ ബസ് സ്റ്റാൻഡാണ് കണ്ണൂർ ഹോസ്പിറ്റൽ ബസ് സ്റ്റാൻഡ്. ഈ 3 ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചുള്ള വിശദമായ വിവരം മറ്റൊരു വീഡിയോയിലൂടെ പറയാം. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ. See you next video.